രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള പ്രമേയത്തെ പിന്തുണച്ചതിന് പിന്നാലെ ഓസ്ട്രേലിയൻ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്നുള്ള സെനറ്ററായ ഫാത്തിമ പേമാൻ. സ്വതന്ത്ര സെനറ്ററായി തുടരുമെന്നാണ് ഫാത്തിമ അറിയിച്ചിരിക്കുന്നത്. ഫലസ്തീനെ പിന്തുണച്ചും ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ടുമുള്ള പ്രമേയത്തെ അനുകൂലിക്കരുതെന്ന് ലേബർ പാർട്ടി അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത് ലംഘിച്ചായിരുന്നു ഫാത്തിമ പ്രമേയത്തെ പിന്താങ്ങിയത്. ഇതിനു പിന്നാലെ പാർട്ടിയുടെ പ്രധാന യോഗങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും ഇവർക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. ലേബർ പാർട്ടി കൂടുതൽ നടപടികൾക്ക് ഒരുങ്ങുന്നതിനിടെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച് ഫാത്തിമ പേമാൻ രാജിപ്രഖ്യാപനം നടത്തിയത്. അനീതി നേരിടുന്നവരുടെ അനുഭവം എനിക്ക് മനസ്സിലാകും. എന്റെ സഹപ്രവർത്തകർക്ക് അതിന് സാധിച്ചു കാണണമെന്നില്ല. യുദ്ധം തകർത്ത ഒരു രാജ്യത്ത് നിന്ന് എന്റെ കുടുംബം ഇവിടെ അഭയാർത്ഥിയായി വന്നത് നിരപരാധികൾക്കുമേൽ അക്രമം നടക്കുമ്പോൾ നിശബ്ദയായി ഇരിക്കാനല്ല. ഈ വിഷയത്തിൽ തനിക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സാധ്യമല്ലെന്നും ഫാത്തിമ പേമാൻ പറയുന്നു. അതേസമയം നേതൃത്വത്തിന് ഫാത്തിമ നന്ദി രേഖപ്പെടുത്തിയതായി രാജിപ്രഖ്യാപനത്തോട് പ്രതികരിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പറഞ്ഞു. പാർട്ടിയിൽ നിന്നും രാജിവെക്കാൻ സമ്മർദ്ദമുണ്ടായെന്ന ആരോപണങ്ങൾ ഫാത്തിമ നിഷേധിച്ചിട്ടുണ്ടെന്നും ആൽബനീസ് അറിയിച്ചു. എന്നാൽ ഫലസ്തീൻ അനുകൂല പ്രമേയത്തെ പിന്തുണച്ചതിന് ഇമെയിലിലും അല്ലാതെയും വധഭീഷണി ലഭിച്ചതായി ഫാത്തിമ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പാർട്ടിയിൽ ഒരു വിഭാഗം തനിക്ക് ഉറച്ച പിന്തുണ നൽകിയിരുന്നതായും അവർ പറഞ്ഞു. ഗസയിലെ ഇസ്രായേൽ ആക്രമണം തുടക്കം മുതൽ തന്നെ ഓസ്ട്രേലിയയിലും വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയാക്കിയിരുന്നു. ഓസ്ട്രേലിയൻ ഭരണകൂടം ഔദ്യോഗികമായി ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്താങ്ങുന്നുണ്ട്. എന്നാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് സമാധാന നീക്കങ്ങൾക്ക് തടസ്സമാകുമെന്നാണ് ലേബർ പാർട്ടിയുടെ വാദം. അഫ്ഗാനിസ്ഥാൻ വംശജിയാണ് ഫാത്തിമ പേമാൻ. 1999 താലിബാൻ അഫ്ഗാൻ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇവരുടെ കുടുംബം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് ഫാത്തിമ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഓസീസ് ചരിത്രത്തിലെ ഹിജാബ് ധരിച്ച ആദ്യ സെനറ്റർ കൂടിയാണ് ഫാത്തിമ പേമാൻ. ഓസ്ട്രേലിയയിൽ മാത്രമല്ല, ബ്രിട്ടൻ, US എന്നിന് ഇസ്രായേലിൽ വരെ അധികാര സ്ഥാനത്തുള്ളവർ ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഇസ്രായേലിനെതിരെ പ്രതിഷേധം അറിയിച്ചും രാജിവെച്ചിട്ടുണ്ട്. ബ്രിട്ടൻ ലേബർ പാർട്ടി അംഗമായിരുന്ന ഇക്ബാൽ ഹുസൈൻ മുഹമ്മദ് ഗസയിലെ അധിനിവേശത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെയർ സ്റ്റാർമറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് രാജിവെച്ചിരുന്നു. ഇസ്രായേലിനോടുള്ള ജോ ബൈഡന്റെ ഏകപക്ഷീയമായ പിന്തുണയിൽ പ്രതിഷേധിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥ ജോഷ് പോളും യുദ്ധം ആരംഭിച്ച ഒക്ടോബറിൽ തന്നെ രാജി പ്രഖ്യാപിച്ചിരുന്നു. ഗസയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയിൽ നിന്ന് തന്നെ ബെന്നി ഗാൻസ് അടക്കം 3 മന്ത്രിമാർ കഴിഞ്ഞ മാസം രാജിവെച്ചിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള വിയോജിപ്പിനെ തുടർന്നായിരുന്നു രാജി. അതേസമയം ഗസയിലെ വെടിനിർത്തൽ, ബന്ദി കൈമാറ്റം എന്നിവയ്ക്കുള്ള ചർച്ചകൾക്കായുള്ള നീക്കങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യ 272 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ 38,011 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. 87,445 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.